വാരാന്ത്യ വാർത്തകളിലേക്ക് വീണ്ടും. വനിതാ തടവുകാരുടെ ക്ഷേമാന്വേഷണത്തിനായി സംസ്ഥാന വനിതാ കമ്മീഷൻ അട്ടക്കുളങ്ങര വനിതാ ജയിൽ സന്ദർശിച്ചു. അട്ടക്കുളങ്ങര വനിതാ ജയിലിലെ തടവുകാർക്ക് ലഭ്യമായി വരുന്ന സൗകര്യങ്ങളെക്കുറിച്ചും അവരുടെ പരാധീനതകളെക്കുറിച്ചും നേരിട്ട് അന്വേഷിക്കുന്നതിനാണ് വനിതാ കമ്മീഷൻ ജയിലിലെത്തിയത്. ഭർത്താക്കന്മാരുടെ ദുഷ്പ്രവൃത്തികളുടെ ഫലമായി വർഷങ്ങളായി ജയിലിൽ കുട്ടികളുമൊത്ത് ദുരിതമനുഭവിക്കുന്ന സ്ത്രീകൾ ഇവിടെയുള്ളതായി വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ റോസിക്കുട്ടി ടീച്ചർ മാധ്യമങ്ങളോട് പറഞ്ഞു. ആവശ്യങ്ങളിൽ പലതും ഉണ്ട്, അവരുടെ പല പല വെൽഫെയർ കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ജയിൽവാസം കഴിഞ്ഞ് അതിനകത്ത് കിടക്കുന്നവരുണ്ട്. പിന്നെ സസ്പെക്റ്റ് ആയിട്ടുള്ള ഭർത്താക്കന്മാർ ഇപ്പോഴും പുറത്തു നിൽക്കുകയും ഉള്ളിൽ ഭാര്യമാർ കിടക്കേണ്ടി വരുന്നത്, കുട്ടികളോടൊപ്പം കിടക്കേണ്ടി വരുന്നതായ സാഹചര്യങ്ങൾ. അപ്പോൾ അതിലൊക്കെ ഞങ്ങൾ അന്ന് ഒരിക്കൽ ജയിൽ വിസിറ്റ് നടത്തി കൊടുത്തിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവയ്ക്ക് എന്തൊക്കെ പരിഹാരമായി എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും ഏറ്റെടുക്കാൻ ആളില്ലാതെ 92 വയസ്സുള്ള വൃദ്ധയും മാനസിക രോഗിയായ സ്ത്രീയും പോകാൻ ഒരിടമില്ലാതെ ചിലരും ഇവിടെ കഴിയുന്നതായി ടീച്ചർ പറഞ്ഞു. വനിതാ കമ്മീഷൻ 6 മാസത്തിലൊരിക്കൽ ജയിലുകൾ സന്ദർശിച്ച് തടവുകാരുടെ വിവരങ്ങൾ ശേഖരിക്കാറുണ്ട്. നൂർബിന റഷീദ്, പ്രമീള ദേവി എന്നിവരും റോസിക്കുട്ടി ടീച്ചർക്കൊപ്പമുണ്ടായിരുന്നു. കാർഷിക സ്വയം പര്യാപ്തതയുടെ സന്ദേശവുമായി നിയമസഭയിൽ നെൽകൃഷി വിളവെടുപ്പ്. നിയമസഭാ സമുച്ചയത്തിലെ പൂന്തോട്ടത്തിൽ വിളഞ്ഞ കരനെല്ല് സ്പീക്കർ എൻ ശക്തനും കൃഷിമന്ത്രി KP മോഹനനും ചേർന്ന് വിളവെടുത്തു. ഉത്സവ ഛായയിൽ നടന്ന ചടങ്ങിൽ നിയമസഭാ ജീവനക്കാരും കർഷകരും പങ്കെടുത്തു. ജീവനക്കാർക്കിടയിലും പൊതുജനങ്ങളിലും കരനെൽ കൃഷിയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനും ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി മെയ് മാസത്തിലാണ് നിയമസഭാ സമുച്ചയത്തിൽ കര നെൽകൃഷി വിളവിറക്കിയത്. ഉമാ നെൽവിത്തുകൾ നിയമസഭയിലെയും കൃഷിവകുപ്പിലെയും ഉദ്യോഗസ്ഥരുടെയും മികച്ച കർഷകനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുള്ള പേയാട് സ്വദേശി രാമചന്ദ്രൻ നായരുടെയും പരിചരണത്തിൽ 120 ദിവസം കൊണ്ട് വിളഞ്ഞ് പാകമായി. ജൈവവളവും ജൈവ കീടനാശിനിയും ഉപയോഗിച്ചായിരുന്നു കൃഷി. നമുക്കാവശ്യമായ നെല്ലും പച്ചക്കറിയും നമ്മുടെ പറമ്പിൽ ഉൽപ്പാദിപ്പിക്കുക എന്ന സന്ദേശം പ്രചരിപ്പിക്കാനാണ് നിയമസഭാ വളപ്പിൽ കര നെൽകൃഷി ചെയ്തതെന്ന് സ്പീക്കറും മന്ത്രിയും അറിയിച്ചു. കൃഷിയെന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ജൈവ കൃഷിക്കാണ്. അതായത് വിഷം ചേർന്ന ആഹാരം നമ്മൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുന്നതിന് വേണ്ടി നമുക്കാവശ്യമുള്ള ഭക്ഷ്യവസ്തുക്കൾ നമ്മൾ തന്നെ സ്വയം ഉൽപ്പാദിപ്പിക്കണം എന്ന സന്ദേശം ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടി നിയമസഭയ്ക്കകത്ത് ഇതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഇതിനു വേണ്ടി ഇപ്പം നിയമസഭയിൽ ഒരു ഹരിത ക്ലബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ 350 സ്ഥിരം ജീവനക്കാരടങ്ങുന്ന ഒരു ഹരിത ക്ലബ്ബാണ് നിയമസഭയിൽ ഈ കൃഷിക്ക് വേണ്ടി ഉള്ളത്. അതിന് 8 ക്ലസ്റ്ററായി തിരിച്ചിട്ടുണ്ട്. ഇപ്പം പച്ചക്കറി കൃഷി ചെയ്യുന്നുണ്ട്, പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്, നെല്ല് ഇവിടെ കൃഷി ചെയ്തു. ഈ നെല്ലിന് 120 ദിവസമാണ്. 120 ദിവസം കൊണ്ടാണ് ഇത് വിളഞ്ഞ് പഴുത്ത് വന്നത്. ഉമയെന്നാണ് ഈ നെല്ലിൻ്റെ പേര്. ഇനിയും നമ്മളിത് പ്രത്യേകമായി അടുത്ത് പച്ചക്കറിക്കാണ് ഈ പ്രദേശം നമ്മൾ ഉപയോഗിക്കുന്നത്. കപ്പ ഇതിനകത്ത് നട്ടു. ഒരു മൂട് കപ്പയിൽ ഏതാണ്ട് 90 കിലോ കപ്പ ഉണ്ടായിരുന്നത് അന്ന് എല്ലാവരെയും വിളിച്ചാണ്, എല്ലാവരും കണ്ടതാണ്. അപ്പോൾ കപ്പ കൃഷി നമ്മൾ ചെയ്തു. നെൽകൃഷിയുണ്ട്, ഒട്ടേറെ പച്ചക്കറി മിക്കവാറും എല്ലാ പച്ചക്കറിയും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ജൈവവളം മാത്രം, ജൈവ കീടനാശിനിയുമാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ധൈര്യമായി ആരോഗ്യത്തിന് ഒരു പ്രശ്നവുമില്ലാതെ കഴിക്കുന്നതിന് വേണ്ടി ഉള്ള പ്രത്യേക ഒരു രൂപത്തിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പഴവർഗ്ഗങ്ങളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്ത് ഇനി കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വലിയ വെങ്ങേരി വഴുതനങ്ങയാണ് അടുത്ത് കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് കഴിയുമ്പോൾ വീണ്ടും ഇവിടെ നെല്ല് തന്നെ വീണ്ടും വരും. അപ്പോൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൃഷിയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നതിനും അതിലും പ്രത്യേകിച്ച് ജൈവ കൃഷിക്ക് സമൂഹത്തിൽ നല്ല ഒരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുന്നതിനും വേണ്ടിയാണ് നിയമസഭാ കോംപ്ലക്സിനകത്ത് ഈ കൃഷി ഇവിടെ കൃഷി ചെയ്യുന്നത്, നടത്തുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളെയും ഞാൻ ഹാർദവമായി അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് ഈ വിളവെടുപ്പ് മഹോത്സവത്തിൽ പങ്കെടുക്കുന്നതിനെത്തിയ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ KP മോഹനെയും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൃഷി വകുപ്പിൽ നിന്നുള്ള എല്ലാ സഹായവും ഈ നിയമസഭാ കോംപ്ലക്സിലെ കൃഷിക്കുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കരനെൽകൃഷിയിലാണ് ഏറ്റവും നല്ല നെല്ല് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുക. കരനെല്ലിന് കൂടുതൽ വിളവും വിലയും ലഭിക്കുമെന്ന് മന്ത്രി KP മോഹനൻ പറഞ്ഞു. കൃഷിവകുപ്പിന്റെ ജൈവ കൃഷി ക്യാമ്പയിൻ സംസ്ഥാനത്ത് എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റെടുത്തിരിക്കുകയാണ്.
ഇത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. രാസവളങ്ങളുടെയും കീടനാശിനിയുടെയും ഉപയോഗം കുറയ്ക്കണമെന്ന കേന്ദ്ര നിർദ്ദേശം കേരളത്തിലെ ക്യാമ്പയിന്റെ വികാരം ഉൾക്കൊണ്ടതാണെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭാ വളപ്പിൽ നെല്ല് വിളവെടുത്ത സ്ഥലത്ത് ഈ വർഷം വേങ്ങേരി വഴുതന കൃഷി ചെയ്യുമെന്ന് സ്പീക്കർ അറിയിച്ചു. ഇതിനൊപ്പം പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും കപ്പയും കൃഷി ചെയ്യും. നിയമസഭയിൽ കൃഷിക്കായുള്ള ഹരിത ക്ലബ്ബിൽ 350-ലധികം അംഗങ്ങളുണ്ട്. ഇവരുടെ നേതൃത്വത്തിൽ കൃഷിയുടെ പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ തുടരുമെന്നും സ്പീക്കർ പറഞ്ഞു. ദീർഘദൂര ഓട്ടക്കാരൻ SS ഷിനുവിന്റെ ജീവൻ രക്ഷാ മാരത്തോൺ. കുരുന്നുകളുടെ ജീവൻ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് ഇദ്ദേഹം ഓടുന്നത്. ദീർഘദൂര ഓട്ടക്കാരന്റെ ഈ ഓട്ടം വിജയത്തിനായിട്ടല്ല, സുമനസ്സുകളുടെ സഹായം തേടിയാണ്. ഗുരുതരമായ അസുഖം നേരിടുന്ന കുഞ്ഞുങ്ങൾക്ക് ചികിത്സാ ധനസഹായം അഭ്യർത്ഥിച്ചാണ് ഈ ഓട്ടം. ഇതിനകം കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിലെ കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകിക്കഴിഞ്ഞു. പാലക്കാട് വിക്ടോറിയ കോളേജിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാരത്തോൺ ഓട്ടം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ സമാപിക്കും. തുടർന്ന് സമാഹരിച്ച തുക മാരകമായ വ്യാധികളാൽ കഷ്ടപ്പെടുന്ന കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾക്ക് കൈമാറും. ദീർഘദൂര ഓട്ടക്കാരൻ SS ഷിനുവിന്റെ മാരത്തോൺ ഓട്ടത്തിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷത്തെ മാൻ ബുക്കർ പുരസ്കാരം ജമൈക്കൻ എഴുത്തുകാരൻ മാർലോൺ ജെയിംസിന്. വിഖ്യാത സംഗീതജ്ഞൻ ബോബ് മാർലിയുടെ ജീവിതത്തെ ആസ്പദമാക്കി എഴുതിയ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് 7 കില്ലിംഗ്സ് എന്ന പുസ്തകത്തിനാണ് പുരസ്കാരം. ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ജമൈക്കൻ എഴുത്തുകാരനാണ് മാർലോൺ ജെയിംസ്. സെൻട്രൽ ലണ്ടനിലെ മിഡീവൽ ഗിൽഡ് ഹാളിൽ നടന്ന ചടങ്ങിലാണ് പുരസ്കാരം പ്രഖ്യാപിച്ചത്. മാർലോൺ ജെയിംസിന്റെ മൂന്നാമത്തെ നോവലാണിത്. 50,000 പൗണ്ട് ഇന്ത്യൻ രൂപയായ 42.57 ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുക. 1970-കളിൽ ബോബ് മാർലിക്ക് നേരെയുണ്ടായ വധശ്രമം പശ്ചാത്തലമാക്കിയാണ് പുസ്തകം രചിച്ചിരിക്കുന്നത്. ജമൈക്കൻ ജനതയെയും രാഷ്ട്രീയത്തെയും ഏറെ സ്വാധീനിച്ച മർലിയുടെ യഥാർത്ഥ ജീവിതം തന്നെയാണ് നോവലിൽ ഇതൾ വിരിയുന്നത്. 680 പേജുള്ള ഗ്രന്ഥം ആകസ്മികതകളും ഹിംസാത്മകതയും അഴിമതിയും മയക്കുമരുന്ന് വ്യാപാരവും എല്ലാം നിറഞ്ഞതാണ്. റെഗെ സംഗീതത്തിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ടാണ് നോവലിന്റെ ഭൂരിഭാഗവും താൻ എഴുതിയതെന്നും ബുക്കർ പ്രൈസ് ലഭിക്കുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലായിരുന്നതിനാൽ സ്വീകരിക്കുന്നതിനായി പ്രസംഗം പോലും തയ്യാറാക്കിയിട്ടില്ലെന്നും പുരസ്കാരം സ്വീകരിച്ചുകൊണ്ട് മാർലോൺ പറഞ്ഞു. അവസാന റൗണ്ടിലെത്തിയ പുസ്തകങ്ങളിൽ ഏറ്റവും ആവേശമുണ്ടാക്കുന്ന കൃതിയാണ് ഇതെന്നായിരുന്നു ചീഫ് ജൂറി മൈക്കൽ വുഡ് അഭിപ്രായപ്പെട്ടത്. ഇന്ത്യൻ ബ്രിട്ടീഷ് എഴുത്തുകാരൻ സഞ്ജീവ് സഹോട്ടയുടെ ദി ഇയർ ഓഫ് ദ റൺ എവേയ്സ് എന്ന പുസ്തകത്തെയാണ് മാർലോൺ അവസാന റൗണ്ടിൽ തോൽപ്പിച്ചത്. 34 വയസ്സുള്ള സഹോട്ട ജനിച്ചതും വളർന്നതുമെല്ലാം ബ്രിട്ടനിലെ ഡാബിഷറിലാണ്. ഇദ്ദേഹത്തിന്റെ നോവലടക്കം 6 പുസ്തകങ്ങളാണ് പുരസ്കാരത്തിനായുള്ള അവസാന ചുരുക്കപ്പട്ടികയിലുണ്ടായിരുന്നത്. പൂജപ്പുര സരസ്വതി മണ്ഡപം നവരാത്രി നിറവിൽ. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആരംഭിച്ച നവരാത്രി ഉത്സവം മുഖ്യമന്ത്രി തിരിതെളിയിച്ചു. പൂജപ്പുര സരസ്വതി ദേവി ക്ഷേത്രത്തിലെ നവരാത്രി മണ്ഡപത്തിൽ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്.
ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച വിദ്യാഭ്യാസം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ കൂട്ടായ ശ്രമം വേണമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. നന്മയുടെ വിജയത്തിന്റെ ആഘോഷമാണ്. തിന്മയെ അതിജീവിച്ച് നന്മയുടെ ജയം അതിന്റെ ആഘോഷമാണ്. അതുപോലെ തന്നെ അറിവിന്റെ മഹാഘോഷമാണ്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കുട്ടികളാണ് ഈ അവസരത്തിൽ അറിവിന്റെ ലോകത്തിലേക്ക് കടന്നു വരുന്നത്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ലോകം മറ്റെന്തിനേക്കാളും പ്രാധാന്യം, എല്ലാത്തിനേക്കാളും മഹത്വം അറിവിനുള്ള ഒന്നാണ്. അറിവിന്റെ നൂറ്റാണ്ടാണ്. അറിവിന് വേണ്ടിയിട്ടുള്ള മത്സരങ്ങളാണ് ലോകത്ത് എവിടെയും നടക്കുന്നത്. ആ മത്സരത്തിൽ നമുക്ക് വിജയിക്കണം. നമ്മുടെ കുട്ടികളെ വിജയിപ്പിക്കണം. അതിനുള്ള അവസരവും സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുകയാണ് മറ്റെന്തിനേക്കാളും വലുത്. അറിവിന്റെ നൂറ്റാണ്ടിൽ അറിവിന്റെ മത്സരമാണ് നടക്കുന്നത്. അതിനായി നമ്മുടെ കുട്ടികൾക്ക് വിജയിക്കാനുള്ള സാഹചര്യമൊരുക്കണം. അറിവെന്നാൽ കാര്യങ്ങൾ അറിയുക മാത്രമല്ല, ഈശ്വരചിന്തയിൽ ഊന്നിയ ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ച വിദ്യാഭ്യാസമാകണമെന്നും അദ്ദേഹം പറഞ്ഞു. അലങ്കാര ദീപങ്ങളുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. അമ്യൂസ്മെന്റ് പാർക്കിന്റെ ഉദ്ഘാടനം ശശി തരൂർ MP നിർവഹിച്ചു. നവരാത്രി സംഗീതോത്സവം മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ലളിതകലാ അക്കാദമി ചെയർമാൻ കാട്ടൂർ നാരായണപിള്ള, പ്രവാസി മലയാളി SD ബിനു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കുമ്മനം രാജശേഖരൻ, ട്രിഡ ചെയർമാൻ PK വേണുഗോപാൽ, കൌൺസിലർ മഹേശ്വരൻ നായർ, കരമന ജയൻ, B ജയശങ്കർ, S സതികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കലാമിന്റെ ഓർമ്മകൾ നിറഞ്ഞ ഒരു സൂപ്പർ ഫാസ്റ്റ് ബസ് പൂവാറിൽ നിന്നും തൃശൂരിലേക്ക് ആദ്യ യാത്ര നടത്തി. KSRTC കൈമനം സെൻട്രൽ വർക്സിലെ ജീവനക്കാർ അധിക വേതനം കൈപ്പറ്റാതെ നിർമ്മിച്ചതാണ് ഈ സൂപ്പർ ഫാസ്റ്റ് ബസ്. പൂവാർ ഡിപ്പോയ്ക്ക് കൈമാറിയ ബസ് പൂവാറിൽ നിന്നും തൃശൂരിലേക്ക് യാത്ര തിരിച്ചു. അബ്ദുൽ കലാമിന്റെ നിര്യാണം മുതൽ എല്ലാ ദിവസവും മുഴുവൻ സെക്ഷനുകളിലെയും ജീവനക്കാർ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാണ് ബസ് പുറത്തിറക്കിയത്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശേഷം ഭാരതം കണ്ട ഒരു മഹാത്മാവാണ് ഡോക്ടർ APJ അബ്ദുൽ കലാം. പൃഥ്വിയിൽ അറിവിൻ്റെ അമൃതവർഷം നടത്തി വാനോളം ഉയർന്ന ഭാരതത്തിൻ്റെ രത്നമാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ സ്മരണാർത്ഥം ഇവിടെ നമുക്ക് എല്ലാ ജീവനക്കാരും 400ഓളം ജീവനക്കാർ ഒരേ മനസ്സോടെ നിന്ന് വേതനം കൈപ്പറ്റാതെ ചെയ്ത ബസ് ആണ് ഈ നമ്മുടെ മുന്നിലിരിക്കുന്നത്. സ്ഥിരം ഡ്യൂട്ടി കഴിഞ്ഞുള്ള സമയം അധിക ജോലി ചെയ്താണ് ബസിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്.
4 ലക്ഷത്തോളം രൂപയാണ് ഇതുവഴി KSRTCക്ക് ലാഭിക്കാനായത്. ബസ്സിനുള്ളിലായി ഡോക്ടർ കലാമിൻ്റെ ചിത്രവും അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധ വചനങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ജീവനക്കാർ തന്നെ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ഒരു വണ്ടി ഫ്രീ ആയിട്ട് ഉണ്ടാക്കി നൽകാം, അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥ ഉണ്ടാക്കി നൽകാമെന്നൊരു ആശയം മുന്നോട്ട് വയ്ക്കുകയും അപ്പോൾ അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തൊരു ഡിമാൻഡ് വെച്ചു നല്ല രീതിയിൽ ലോങ് യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് കംഫർട്ടായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അതിൻ്റെ ഇൻറ്റീരിയറും കുഷനും എല്ലാ കാര്യങ്ങളും. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഛായാചിത്രം തന്നെ അതിൽ പ്രതിഫലിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ അതിൽ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ജനങ്ങളിലും യാത്രക്കാരിലും എല്ലാം ഇത് യാത്രക്കാരായ ജനങ്ങളിൽ അത് ഉത്ബോധിപ്പിക്കാനും കൂടി ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് KSRTC ജീവനക്കാരുടെ ഈ അർപ്പണ മനോഭാവം തികച്ചും കലാമിനുള്ള ആദരമായി. അശോക കുട്ടികളുടെ 3ാം ജന്മദിനം വൃക്ഷസ്നേഹികളുടെ സാന്നിധ്യത്തിൽ ആഘോഷിച്ചു. വഴുതക്കാട് ജംഗ്ഷനിലെ ഡിവൈഡറിലാണ് 12 അശോകമര തൈകൾ വളർന്നു വരുന്നത്. 2012 ഒക്ടോബർ 15-ാം തീയതിയാണ് വൃക്ഷത്തൈകൾ ഡിവൈഡറിൽ നട്ടുപിടിപ്പിച്ചത്. റിട്ടയേർഡ് ഫോറസ്റ്റ് ഓഫീസർ CR കരുണാകരൻ IFSന്റെ നേതൃത്വത്തിലാണ് അന്ന് അമൂല്യങ്ങളായ അശോക തൈകൾ ഇവിടെ നട്ടുപിടിപ്പിച്ചത്. അശോക കുട്ടികളുടെ 3ാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി വൃക്ഷസ്നേഹികൾ ജന്മദിന ഗാനം ആലപിച്ചു. തുടർന്ന് ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പ്രിൻസിപ്പൽ SC ജോഷി IFS ജന്മദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. ആഗോളതാപനത്തെ തടയുവാൻ മരങ്ങൾ വലിയ പങ്കാണ് വഹിക്കുന്നത്. ഹാനികരമായ കാർബൺ വാതകങ്ങളെ നിയന്ത്രിക്കുവാനും മരങ്ങൾക്ക് കഴിയും. അതിനാൽ മരങ്ങളെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അശോകമര കുഞ്ഞുങ്ങൾക്ക് സദ്യയൂട്ടി. വളവും ജലവുമായിരുന്നു വിഭവങ്ങൾ. ബേക്കൽ റിസോർട്ട് മുൻ MD ഷാജി മാധവ്, റിട്ടയേർഡ് ഫോറസ്റ്റ് ഓഫീസർ N ബാലകൃഷ്ണപിള്ള, അസോസിയേറ്റ് പ്രൊഫസർ പേളി കരുൺ എന്നിവർ ആശംസകൾ അറിയിച്ചു. അശോകമരം നട്ടുപിടിപ്പിച്ച വിദ്യാർത്ഥികളായ ജിഷ്ണുവിനെയും സെയ്താലിയെയും മരങ്ങൾ സംരക്ഷിച്ച് പരിപാലിച്ചു വരുന്ന വേലപ്പനെയും ചടങ്ങിൽ ആദരിച്ചു. വിമൻസ് കോളേജ് വൈസ് പ്രിൻസിപ്പലും ബോട്ടണി വിഭാഗം മേധാവിയുമായ പ്രൊഫസർ TR ജയകുമാരിയുടെ നേതൃത്വത്തിൽ ബോട്ടണി വിദ്യാർത്ഥികളും ചടങ്ങിൽ പങ്കെടുത്തു. ഡിവൈഡറുകളിൽ നടുവാൻ അനുയോജ്യമായ മരമാണ് അശോകം. വഴുതക്കാട് ജംഗ്ഷനിലെ തൈകൾ ഇപ്പോൾ 2 മീറ്ററോളം വളർന്നിട്ടുണ്ട്. ഒരു തൈ പൂക്കുവാനും തുടങ്ങിയിട്ടുണ്ട്. ഈ അശോകമരങ്ങൾ നൽകുന്ന ശീതളിമയും മനോഹാരിതയും വഴുതക്കാടിന്റെ കാഴ്ചകൾക്ക് ശോഭ പകരും. ശില്പചാരുതയിൽ വിരിയുന്ന മനോഹര ശില്പങ്ങൾ. ശില്പി ശെൽവനും കൂട്ടരും വിഗ്രഹ നിർമ്മാണത്തിന്റെ പണിപ്പുരയിൽ 50 വർഷത്തിലേറെയായി ആയിരക്കണക്കിന് വിഗ്രഹങ്ങൾ നിർമ്മിച്ചു നൽകി ഉപജീവനം നടത്തുന്ന നിറമൺകര സ്വദേശി ശെൽവനും മറ്റു 4 പേരും അടങ്ങുന്ന സംഘം. ഇവർ ആവശ്യക്കാരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിവിധ ഇനം വിഗ്രഹങ്ങൾ നിർമ്മിച്ചു നൽകുന്നു. ഞാനൊക്കെ ഇത് തുടങ്ങിയിട്ട് ഒരു 10-50 വർഷത്തിന് പഴക്കമുള്ളതാണ്. എനിക്ക് ഒരു 60 വയസ്സ് പ്രായമുണ്ട്. എന്നാലും ഒരു 10-35-40 വർഷം കൊണ്ട് ഇതുമായിട്ട് പരിചയമുള്ളതാണ്. സരസ്വതി വിഗ്രഹവും അയ്യപ്പ വിഗ്രഹവും ഗണപതി വിഗ്രഹവും ശിവപാർവതി വിഗ്രഹവുമെല്ലാം വിവിധ വലിപ്പത്തിൽ ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകുന്നു. പഞ്ചപാണ്ഡവരും വെള്ളിക്കുതിരയും ഗുരുവായൂരപ്പന്റെ രൂപങ്ങളുമൊക്കെ ശെൽവന്റെ കടമുറിക്കുള്ളിൽ ആവശ്യക്കാരായ ഭക്തരെയും കാത്തിരിക്കുകയാണ്. കളിമണ്ണിലും ക്ലേയിലും തീർത്ത മോൾഡുകൾക്ക് മുകളിൽ ക്ലേയിലും ഫൈബറിലുമാണ് നിർമ്മാണം. പ്രത്യേകതരം ആസിഡുകളും നിർമ്മാണത്തിനായി ഉപയോഗിക്കുന്നു. കളർ വന്നിട്ട് കുറഞ്ഞത് മുഖത്തിന് ഒരു കളറ്, ബ്ലൗസിന് ഒരു കളറ്, വീണയ്ക്ക് ഒരു കളറ്, പിന്നെ സാരിക്ക് ഒരു കളറ്, പിന്നെ മയിലിന് വന്നിട്ട് 3 കളർ വരും. 3-4 കളർ മൊത്തത്തിൽ 10-15 കളർ ഇരുന്നാൽ സരസ്വതി കളർ ആകുന്നു. വിഗ്രഹങ്ങളുടെ മനോഹാരിത ആസ്വദിക്കുന്നവർ ഒരിക്കലും ശില്പിയുടെ കഴിവും പ്രയത്നവും തിരിച്ചറിയാറില്ല എന്നത് വാസ്തവം. ശെൽവനും കൂട്ടരും വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയാണ്. ഇവരുടെ കരവിരുതിൽ വിരിയുന്ന കമനീയ രൂപങ്ങൾ കൃഷ്ണനും രാധയും ശിവനും പാർവതിയുമൊക്കെയായി മാറുന്നു. എന്നാൽ ഉപജീവനത്തേക്കാൾ ഇവർ പ്രാധാന്യം കൽപ്പിക്കുന്നത് ആത്മസംതൃപ്തിക്കാണ്. വാരാന്ത്യ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.